തളിപ്പറമ്പ് ആദൂർ നഗരസഭയിലെ പറശ്ശിനിക്കടവിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെയും കൺവെൻഷൻ സെന്ററിന്റെയും ഒന്നാം ഘട്ട നിർമ്മാണോദ്ഘാടനം എം വി ഗോവിന്ദൻ എം.എൽ.എ. നിർവഹിച്ചു. നവകേരള സദസ്സിന്റെ ഭാഗമായി അനുവദിച്ച 7 കോടി രൂപയുടെ ഒന്നാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനമാണ് നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ ഉയർന്നുവന്ന വൻകിട പ്രൊജക്ടിന്റെ ഭാഗമായി തളിപ്പറമ്പ് മണ്ഡലത്തിന് അനുവദിച്ചതാണ് പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്. 27 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന് നവകേരള സദസ്സിന്റെ ഭാഗമായി അനുവദിച്ച 7 കോടി രൂപയുടെ ഒന്നാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനമാണ് നടന്നത്. ഇംപാക്ട് കേരളയ്ക്കാണ് നിർമ്മാണ ചുമതല. ബേസ്മെന്റ് പാർക്കിംഗ് ഉൾപ്പെടെ 5 നിലകളിലായി 61,000 ചതുരശ്ര അടിയിലാണ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സും കൺവെൻഷൻ സെന്ററും ഒരുങ്ങുക. ബസ് സ്റ്റാൻഡിലെത്തുന്ന ബസ്സുകൾക്ക് നിർത്തിയിടാനും യാത്രക്കാരെ കയറ്റുന്നതിനുമുള്ള പാർക്കിംഗ് സൗകര്യവും ബസ് ബേയും സജ്ജീകരിക്കും. താഴത്തെ നിലയിലും ഒന്നാം നിലയിലും പൂർണ്ണമായും വാണിജ്യാവശ്യത്തിനുള്ള 50ഓളം മുറികളാണുണ്ടാവുക. 10 വിശ്രമ മുറികളും 2 വലിയ ഡോർമെട്രികളുമാണ് രണ്ടാം നിലയിൽ. മൂന്നാം നിലയിൽ ഗെയിമിംഗ് സ്പേസ്, ഫുഡ് കോർട്ട്, കൺവെൻഷൻ സെന്ററും സെമി ഓപ്പൺ ടെറസും ഉൾപ്പെടുന്ന കോവർക്കിംഗ് സ്പേസും സജ്ജീകരിക്കും. കിഫ്ബി ധനസഹായത്തോടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തി ഇതിനനുബന്ധമായി നടക്കും. ഒന്നാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം എം വി ഗോവിന്ദൻ എം.എൽ.എ. നിർവഹിച്ചു. രാജ്യത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലും ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തപ്പെട്ട ഒരു കേന്ദ്രം എന്ന നിലയിലും പറശ്ശിനിക്കടവ് ഇന്ന് ഏറെ പ്രാധാന്യമുള്ള ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോഴും പറശ്ശിനിക്കടവ് പാലം മുതൽ നമ്മളിവിടെ വരെ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായി, സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടി കോടികൾ ചെലവഴിച്ചുകൊണ്ട് പണി ആരംഭിച്ചിട്ടുണ്ട്. ഇലക്ഷൻ പൂർത്തിയാകുന്നതിന് മുമ്പ് നൈറ്റ് ഉൾപ്പെടെയുള്ള ബ്യൂട്ടിഫിക്കേഷൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കാനാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ ബി സതീദേവി അധ്യക്ഷയായി. തദ്ദേശഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി.ജെ. അരുൺ, ആന്തൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ഓമന മുരളീധരൻ, കെ.വി. പ്രേമരാജ്, പി. ദീപ, കെ.പി. മോഹനൻ, എം. ആമിന, കൗൺസിലർ കെ.പി. ഷീന, പി.കെ. ശ്യാമള, പി. മുകുന്ദൻ, ഇംപാക്ട് കേരള പ്രൊജക്ട് കോർഡിനേറ്റർ സുമിത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.